അപ്പോൾ നമ്മൾ 5-ാം ഭാഗത്തിലേക്ക് പോവുകയാണ്. ന്യൂട്രീഷൻ പ്രൊഡക്റ്റുകൾ. നമ്മുടെ ജെൻസി മാഡത്തിൻ്റെ റോട്ടിലേക്ക് ഇറക്കിയ സാധനമാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ബോൺ ആൻഡ് ജോയിൻ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ മുട്ടുകൾ സഹകരിക്കാതെ വരും. പ്രത്യേകിച്ച് പടികൾ കയറുമ്പോൾ. മുട്ട് പ്രശ്നങ്ങൾക്ക് പറയുന്ന കാരണങ്ങൾ: അമിത വണ്ണം, ജോയിന്റ് ഇഞ്ചറീസ്, ഹൈ ഇമ്പാക്റ്റ് സ്പോർട്സ്, മുട്ടിലെ കാർട്ടിലേജ് നശിക്കൽ, ജോയിന്റ് ഫ്ലൂയിഡ് കുറയുക, ജോയിന്റ് ബോൺ വീക്കാവുക കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. അത് കൂടുതൽ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ജെൻസി മാഡം. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ മുട്ടുവേദന കൊണ്ട് ഇഴഞ്ഞു നീങ്ങി നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ ജെൻസി മാഡത്തിനെ രക്ഷിച്ച ഒരു സാധനത്തെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. ബോൺ ആൻഡ് ജോയിൻ. മുട്ടുവേദന അവഗണിക്കരുത്. തെറ്റായ മാർഗങ്ങൾ ഒഴിവാക്കൂ. നടക്കലും നിൽക്കലൊക്കെ ഒഴിവാക്കുക. അതുപോലെ പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കുന്നത് അത് കുറെ ഒഴിവാക്കണം. താൽക്കാലിക ആശ്വാസം മാത്രമേ നൽകുള്ളൂ. ജോയിന്റ് ഡാമേജ് നിർത്തില്ല. അതിൻ്റെ തന്നെ ദീർഘകാല പെയിൻ കില്ലേഴ്സൊക്കെ ദീർഘകാലമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിഡ്നി ഡാമേജൊക്കെ ഉണ്ടാവും. ഈ വേദന കൊണ്ട് സഹിക്കാൻ പറ്റാണ്ട് വരുമ്പോൾ ജീവിത നിലവാരം തന്നെ കുറയും. വീട്ടിലൊക്കെ ആകെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ പ്രഷർ, ഷുഗറൊക്കെ കൂടാനൊക്കെ ഉള്ള സാധ്യതയൊക്കെ വരും. ഈ ബോൺ ആൻഡ് ജോയിൻ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം, അതിലെന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ശക്തിയും സംരക്ഷണവും നൽകുന്ന സമ്പൂർണ്ണ പരിഹാരം. ഇത് ജോയിന്റുകളെയൊക്കെ ശക്തിപ്പെടുത്താനായിട്ട് സഹായിക്കും. ജോയിന്റിലെ കേടായ ഭാഗമൊക്കെ റിപ്പയർ ചെയ്യാനായിട്ട് സഹായിക്കും. ജോയിന്റിലെ ഫ്ലൂയിഡ് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. മുട്ടിലുള്ള നീർവീക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ശക്തിയും സംരക്ഷണവും നൽകുന്ന സമ്പൂർണ്ണ പരിഹാരം. വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്, മിനറൽസ് അടങ്ങിയിട്ടുണ്ട്, ആയുർവേദ സാധനങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം, ശരീരത്തിലെ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അത് കാൽസ്യം ബോൺ ലോസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. മിനറൽസ് എല്ലുകൾ ശക്തിപ്പെടുത്താൻ സഹായിക്കും. എല്ലുകളുടെ ഡെൻസിറ്റി നിലനിർത്താൻ സഹായിക്കും. മൂന്നാമത്തെ പോയിന്റ് വരുമ്പോൾ ആയുർവേദവും മൈക്രോ മോളിക്യൂൾസ് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അവിടെ ജോയിന്റ് കാർട്ടിലേജ് റിവ്യൂഡ് ചെയ്യാൻ സഹായിക്കുന്നു. ജോയിന്റ് പെയിൻ കുറയ്ക്കാൻ സഹായിക്കുന്നു. ജോയിന്റ് ഫ്ലൂയിഡ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. നോക്കാം. എല്ലുകളും ജോയിന്റുകളും ആരോഗ്യമാക്കൂ, വേദനയ്ക്ക് വിടൂ. ഇതിലെ പ്രധാന ഘടകങ്ങൾ മിൽക്ക് കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. മിൽക്ക് കാൽസ്യം. പിന്നെ ഇമൂലിൻ എന്ന് പറഞ്ഞ അടങ്ങിയിട്ടുണ്ട്. പിന്നെ റോസ് ഷിപ്പ് എക്സ്ട്രാക്ട് അതടങ്ങിയിട്ടുണ്ട്. പിന്നെ MSM എന്ന് പറയുന്നത് 250 mg അടങ്ങിയിട്ടുണ്ട്. ബോസ്വില്ല 75 mg അടങ്ങിയിട്ടുണ്ട്. മഗ്നീഷ്യം 300 mg അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ D 5 mcg അടങ്ങിയിട്ടുണ്ട്. ഗ്ലൂക്കോസാമൈൻ HCI 750 mg അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ K27 അടങ്ങിയിട്ടുണ്ട്. മാംഗനീസ്, ബോറോൺ, കോപ്പർ അടങ്ങിയിട്ടുണ്ട്. മാംഗനീസ്, ബോറോൺ, കോപ്പർ
ഇങ്ങനെയുള്ള അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് നോക്കാം, ഇതെങ്ങനെ കഴിക്കണം. വൈകിട്ട് 5 മുതൽ 7 മണിക്കുള്ളിൽ ഒരു സാഷ എടുത്ത് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കാം. അതിനോടൊപ്പം ഒരു ടാബ്ലറ്റ് കഴിക്കാം. 6 മാസം തുടർച്ചയായി കഴിക്കണം. 6 മാസം തുടർച്ചയായിട്ട് കഴിക്കണം. ഒപ്പം PVMF കൂടി ഉണ്ടെങ്കിൽ റിസൾട്ട് വേഗത്തിൽ ലഭിക്കും. ഇതിനെക്കുറിച്ച് നമ്മുടെ ഈ ക്ലാസ് കഴിയുമ്പോൾ ഒന്നും കൂടി വിശദീകരിച്ചിട്ട് നമ്മുടെ ജെൻസി മാഡം പറഞ്ഞു തരും. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ എന്തെന്നാ ഈ സാധനം, S5. ആരോഗ്യകരമായ ജീവിതം നയിക്കൂ. ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ: ഇടയ്ക്കിടെ ചുമ, ജലദോഷം, വൈറൽ ഇൻഫെക്ഷൻ, മുഖക്കുരു, ചർമ്മ പ്രശ്നങ്ങൾ, ചർമ്മ ഇൻഫെക്ഷൻ, ചർമ്മ ചൊറിച്ചിൽ, പ്രമേഹം, പ്രഷർ, ദീർഘകാല രോഗങ്ങൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതിനകത്ത് 5 ശക്തമായ ആയുർവേദ സംഭവങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ കരിഞ്ജീരകത്തിൻ്റെ ഓയില്, ബ്ലാക്ക് സീഡ് ഓയില്, കരിഞ്ജീരകത്തിൻ്റെ ഓയില്. പിന്നെ ആര്യവേപ്പിൻ്റെ സത്ത്, പിന്നെ തുളസി, കറ്റാർവാഴ, പുതിന, ഇങ്ങനെ 5 ഐറ്റം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. കരിഞ്ജീരകം പ്രതിരോധശേഷി മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. മരണമൊഴികെ ബാക്കിയുള്ള എല്ലാ അസുഖങ്ങൾക്കും കരിഞ്ജീരകം നല്ലതാണെന്ന് പറയും. ശുദ്ധമായ കരിഞ്ജീരകം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫുഡ് സപ്ലിമെൻ്റ് ആണ് നമ്മുടെ S5. ആര്യവേപ്പ് ചർമ്മ പ്രശ്നങ്ങൾക്കും ഇൻഫെക്ഷനും ഒക്കെ സഹായമാകും. തുളസി ചുമ, ജലദോഷം, വൈറൽ ഇൻഫെക്ഷൻ എന്നിവയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. കറ്റാർവാഴ സ്കിൻ ഹെൽത്ത് മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. പുതിന ദഹനത്തിന് സഹായിക്കും. അപ്പോൾ ഈ 5 ഐറ്റങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫുഡ് സപ്ലിമെൻ്റ് ആണ് S5 കേട്ടോ. കൊറോണ കാലത്ത് ഈ നമ്മുടെ S5-ന് ഭയങ്കര ഡിമാൻഡായിരുന്നു. കൊറോണ കാലത്ത് ഒരുമിക്ക സ്ഥലത്തും കൊറോണ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവായപ്പോൾ ഒരുമിക്ക RCM കുടുംബങ്ങളിലും കൊറോണ നെഗറ്റീവായിരുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ മോൾക്ക് കൊറോണ ടെസ്റ്റ് ചെയ്തപ്പോൾ, കാരണം അവളൊരു എന്താ പറയുക, അന്ന് ഈ ട്യൂഷനൊക്കെ പോകുമ്പോൾ അതിലൂടെ അവിടെ ആ ട്യൂഷൻ ക്ലാസ്സിൽ പോയ എല്ലാ കുട്ടികൾക്കും കൊറോണ ബാധിച്ചു. ഇവളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇവൾക്ക് കൊറോണയില്ല. ഞാൻ ഈ സാധനം കൊടുത്തിരുന്നത് വീട്ടിലെല്ലാവർക്കും. അത്രയ്ക്ക് രോഗപ്രതിരോധ ശക്തിയുള്ള ഒരു സംഭവമാണിത്. നമുക്കിപ്പോൾ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ, പനി വന്നു കഴിഞ്ഞാൽ, ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊരു 3 നേരം കൊണ്ട് കഴിച്ചു, പാരസെറ്റമോളൊക്കെ കഴിക്കുന്ന പോലെ വളരെ പെട്ടെന്നൊരു ആശ്വാസം കിട്ടും. അമിതമായിട്ട് ശക്തമായ പനിയൊക്കെയാണ് വന്നതെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക. അല്ലാതെ ഒരു ചെറിയ പനിയുടെ തുടക്കം വരണു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് നമ്മൾ കഴിക്കുക കേട്ടോ. പിന്നെ ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒരെണ്ണോട് നമ്മൾ കഴിക്കും. വെള്ളവും കുടിക്കുക, നല്ലതാണത് കേട്ടോ. S5 ബ്ലാക്ക് സീഡ് ഓയില് എന്തൊക്കെയാണ്? സ്കിൻ ഹെൽത്ത്, സ്കിന്നിലെ ഇൻഫെക്ഷനൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കും. വൈറൽ ഇൻഫെക്ഷനുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ബ്ലഡ് ഷുഗർ നിയന്ത്രണത്തിനൊക്കെ സഹായമാവാൻ പറ്റും. ചുമ, ജലദോഷം, വൈറൽ ഫീവർ എന്നിവയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ആസ്മ, ഡയബറ്റീസ് തുടങ്ങിയ അവസ്ഥകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. ഈ ബ്ലാക്ക് സീഡ് ഓയില്
ഫ്ലാക്സ് സീഡ് ഓയിൽ, തുളസി, നീം, അലോവേര, മിന്റ്, അങ്ങനെ 5 ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. ഇതിനകത്ത് പിന്നെ ഇൻഫെക്ഷനുകൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും. കരൾ സംരക്ഷണത്തിന് സഹായിക്കും. കരിഞ്ജീരകം പനി, ചുമ, ജലദോഷം എന്നിവയിൽ സഹായമാകും. ശരീരത്തിലെ വിഷാംശങ്ങളൊക്കെ പുറത്തു കളയാനായിട്ട് അരിയപ്പ് സഹായിക്കും. പിന്നെ കറ്റാർവാഴ അകത്ത് നിന്ന് കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ വയറിളക്കം, വയറിലെ അസ്വസ്ഥതകളൊക്കെ ശമിപ്പിക്കാൻ സഹായിക്കും. പുതിന, ഗ്യാസ്, അസിഡിറ്റി, സ്റ്റൊമക്ക് പെയിൻ കുറയ്ക്കാനായിട്ടൊക്കെ സഹായിക്കും. ദഹനാരോഗ്യത്തിന് നല്ലതാണ്. ശരീര ശുദ്ധീകരണത്തിന് നല്ലതാണ്. രോഗപ്രതിരോധ ശേഷിക്ക് നല്ലതാണ്. ഓക്കെ, അതാണ് നമ്മളുടെ S5 കുറിച്ച് പറഞ്ഞത്. S5 ഒരു സ്ഥിരം ശീലമാക്കുന്നത് വളരെ നല്ലതാണ്. ഈ പറഞ്ഞ രോഗപ്രതിരോധ, ഇപ്പം മഴക്കാലമൊക്കെയാണ്, രോഗപ്രതിരോധ ശക്തി കുറയും. പിന്നെ അതുപോലെ നീർവീക്കങ്ങളൊക്കെ വരുന്ന അതിനെല്ലാം ഒരു പരിഹാരമാണ് കണ്ണുകളുടെ സമഗ്ര സംരക്ഷണം കേട്ടോ. അതാണ് ന്യൂട്രിചാർജ് വ്യൂ. ന്യൂട്രിചാർജ് വ്യൂ എല്ലാവരും ഉപയോഗിക്കുക. കണ്ണിലെ റെറ്റിനെ സംരക്ഷിക്കാനായിട്ട് സഹായിക്കും. സ്ക്രീനിൻ്റെ ഉപയോഗം കൂടുതലായാൽ കണ്ണ് ക്ഷീണം കുറയ്ക്കാൻ സഹായമാകും. ബ്ലൂ ലൈറ്റിൻ്റെ ദോഷം കുറയ്ക്കാൻ സഹായിക്കും. അതായത് ലൂട്ടിൻ എന്ന് പറഞ്ഞ ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ സിയാക്സിന്തിൻ കണ്ണിൻ്റെ മധ്യഭാഗമായ മക്കുലയെ സംരക്ഷിക്കാൻ സഹായിക്കും. പ്രായം കൂടുന്നതോടെ വരുന്ന കാഴ്ച പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും. വൈറ്റമിൻ ഇ ആൻറ്റി ഓക്സിഡൻ്റായി പ്രവർത്തിക്കുന്നു. കണ്ണിലെ സെല്ലുകൾ സംരക്ഷിക്കാനായിട്ട് സഹായിക്കും. പിന്നെ ഇതിനകത്ത് റൈസ് ബ്രാൻ ഓയിലും അടങ്ങിയിട്ടുണ്ട്. ഹെൽത്തി ഫാറ്റ് സോഴ്സ് ആണ്. നമുക്ക് കണ്ണിൻ്റെ ഡ്രൈനെസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. സ്ക്രീനിലേക്ക് നോക്കിയിട്ടുള്ള സ്ട്രെയിനൊക്കെ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. ന്യൂട്രിചാർജ് വ്യൂ. സ്ക്രീൻ സമയം കൂടുമ്പോൾ കണ്ണുകൾക്ക് സംഭവിക്കുന്നത് നീല വെളിച്ചം നമ്മുടെ കണ്ണുകൾക്കുണ്ടാകുന്ന ദോഷങ്ങൾ: കണ്ണുവേദന, തലവേദന, കാഴ്ച മങ്ങല്, ദൂരക്കാഴ്ചയും അടുത്ത കാഴ്ചയും താൽക്കാലികമായി മങ്ങാം. കൂടുതൽ സ്ക്രീൻ നോക്കുമ്പോൾ കണ്ണ് വരണ്ടതായി തോന്നാം. ചുവപ്പ്, ചുളിവ് എന്നിവ ഉണ്ടാകാം. ദീർഘനേരം മൊബൈൽ ഉപയോഗിക്കുന്നത് കണ്ണിൻ്റെ പേശികൾക്ക് സമ്മർദ്ദം നൽകും. UV റേസ്, ഗ്ലെയർ ഡാമേജ്, വെളിച്ചത്തിൻ്റെ ദോഷം: ശക്തമായ വെളിച്ചം കണ്ണിനെ ബാധിക്കാം. പ്രായം കൂടുമ്പോൾ കണ്ണിലെ പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ടാകാം. ദിവസവും ദീർഘനേരം സ്ക്രീനിൽ നോക്കുന്നത് കണ്ണ് ക്ഷീണത്തിനും അവസ്ഥയ്ക്ക് കാരണമാകും. കാഴ്ച മങ്ങല് ഫോക്കസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കും. കണ്ണ് വരണ്ട് ചുവന്ന് എരിഞ്ഞ് തോന്നാം കേട്ടോ. കണ്ണ് ഭാരമായി തോന്നൽ, വേദനാവസ്ഥ ഉണ്ടാക്കാം. UV രശ്മികളും അതിൽ നിന്നുള്ള ദോഷങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാം. അപ്പോൾ ന്യൂട്രിചാർജ് വ്യൂ കഴിച്ചാൽ മതി. അപ്പോൾ കണ്ണിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് പരിഹാരമാണ് കേട്ടോ. ബ്ലൂ ലൈറ്റ്, നീല വെളിച്ചം കണ്ണിന് നൽകുന്ന ദോഷങ്ങൾ: ബ്ലൂ ലൈറ്റിന് ഉയർന്ന എനർജി ഉണ്ട്. ഇത് കണ്ണിൻ്റെ റെറ്റിന വരെ എത്താം. റെറ്റിനയിലെ മസ്കുലർ ഭാഗത്തെ ബാധിക്കാം. കണ്ണ് ക്ഷീണം, കണ്ണുവേദന, തലവേദന, ഡ്രൈനസ്, കണ്ണ് വരണ്ടത്, മങ്ങിയ കാഴ്ച, സ്ക്രീൻ നോക്കുമ്പോൾ അസ്വസ്ഥത കേട്ടോ. ന്യൂട്രിചാർജ് വ്യൂ കാഴ്ച സംരക്ഷണത്തിന് ശരിയായ പരിഹാരം: ലൂട്ടിൻ 20 mg ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. സിയാക്സിന്തിൻ 4 mg അടങ്ങിയിട്ടുണ്ട്. സിയാക്സിന്തിൻ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. ബീറ്റ കരോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലൂട്ടിൻ എന്താണ് ചെയ്യണത്? ലൂട്ടിൻ റെറ്റിന ആൻഡ് മസ്കുലയെ സംരക്ഷിക്കാൻ സഹായിക്കും. ബ്ലൂ ലൈറ്റിൻ്റെ ദോഷം കുറയ്ക്കാനായിട്ട് സഹായിക്കും. സിയാക്സിന്തിൻ എന്താ ചെയ്യുന്നത്? കാഴ്ചയുടെ വ്യക്തതയെ മെച്ചപ്പെടുത്താൻ സഹായിക്കും. കണ്ണിൻ്റെ ക്ഷീണം കുറയ്ക്കാൻ സഹായിക്കും. മസ്കുലർ സംരക്ഷണത്തിനാണ് മൂന്നാമത്തെ പോയിന്റ് സഹായിക്കുന്നത്. വൈറ്റമിൻ ഇ ആൻറ്റി ഓക്സിഡൻ്റായി
പ്രവർത്തിച്ച് കണ്ണിലെ സെല്ലുകളെ സംരക്ഷിക്കാൻ സഹായിക്കും. വൈറ്റമിൻ എ രൂപപ്പെടാനായിട്ട് ബീറ്റ കരോറ്റിൻ സഹായിക്കും. അത് കാഴ്ചയുടെ ആരോഗ്യത്തിന് സഹായം ആകും. നമ്മുടെ ഈ ജമന്തിപ്പൂവില്ലേ, ജമന്തിപ്പൂവിൽ അടങ്ങിയിരിക്കുന്ന ഒരു സത്താണ് ലൂട്ടിൻ കേട്ടോ. ആ ജമന്തിപ്പൂവിന്റെ സത്തിൽ നിന്നാണ് ഈ ലൂട്ടിൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ചെണ്ടുമല്ലിപ്പൂ എന്നൊക്കെ പറയും അതിന്. ഇത് ആർക്കെല്ലാം ഉപയോഗിക്കാം? മൊബൈല്, ലാപ്ടോപ്പ് കൂടുതൽ ഉപയോഗിക്കുന്നവര്, വിദ്യാർത്ഥികള്, ഓഫീസ് വർക്ക് ചെയ്യുന്നവര്, ഡ്രൈവർമാര്, കണ്ണിന് ക്ഷീണം അനുഭവപ്പെടുന്നവര്, പ്രായം കൂടിയവർക്ക് അവർക്കും ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ 40 വയസ്സ് കഴിഞ്ഞുള്ള അല്ലെങ്കിൽ 35 വയസ്സ് കഴിഞ്ഞുള്ള ആൾക്കാരെല്ലാവരും ന്യൂട്രിചാർജ് വ്യൂ കഴിക്കുക കേട്ടോ. രാത്രി ഭക്ഷണം കഴിഞ്ഞ് ഒരു ക്യാപ്സൂൾ കഴിക്കാം, വെള്ളത്തോടൊപ്പം കഴിക്കാം. വെള്ളം നല്ലോണം കുടിക്കണം കേട്ടോ. രാത്രിയാണ് കഴിക്കേണ്ടത് കേട്ടോ, കഴിക്കേണ്ട വിധം. ന്യൂട്രിചാർജ് വ്യൂ മനസ്സിലായല്ലോ ഒരു ഏകദേശം. അപ്പോൾ ഇത്രയും ക്ലാസ് ഇന്ന് ന്യൂട്രിചാർജ് വ്യൂ വരെ ഉള്ളൂ. കാരണം നമ്മൾ ഓരോ ചെറിയ ചെറിയ പാർട്ടായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് പറയാനായിട്ട് ഞാൻ ജെൻസി മാഡത്തിനെ വെൽക്കം ചെയ്യുന്നു. നമ്മളിപ്പോൾ പറഞ്ഞ പ്രൊഡക്റ്റുകളെയൊക്കെ കുറിച്ച്. പ്ലീസ് വെൽക്കം ജെൻസി മാഡം. നമുക്കിപ്പം ഏറ്റവും അത്യാവശ്യം നമുക്കിപ്പോ വേണ്ടത് നമ്മുടെ S5 തന്നെയാണ് ഇപ്പൊ. കാരണം നമുക്കിപ്പോ ഈ സമയത്ത്, കാരണം പനിയും ജലദോഷവും ചുമയും കൊണ്ട് ആൾക്കാർ ഇപ്പൊ ഒത്തിരി ബുദ്ധിമുട്ടുന്ന സമയമാണ് ശരിക്കും. ആ സ്ഥലത്തോട്ടാണ് നമ്മൾ പലരും സെയിലിനായിട്ടും ആൾക്കാരെ കാണാനായിട്ടും ഒക്കെ പോണത്. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും ഇത് ഓരോന്ന് നമ്മൾ കഴിക്കണം. നമ്മൾ ഇപ്പം PVMFO കഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ S5 ഉപയോഗിച്ചിരിക്കണം എല്ലാ ദിവസവും. കാരണം പല ആൾക്കാരും പലയിടത്തും പോയി നമ്മൾ സംസാരിക്കുമ്പോഴും ചുമയായിട്ടാണേലും പനിയായിട്ടാണേലും ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ നമ്മൾ RCMലുള്ള ആൾക്കാർ എല്ലാ ദിവസവും S5 അത്യാവശ്യം കഴിച്ചിരിക്കണം. പിന്നെ തൊണ്ടവേദനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ശരിക്കും പൊട്ടിക്കണ്ട, വെറുതെ ഇട്ടിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു വെച്ച് കുറച്ചു നേരം മൂടി വെച്ചിട്ട് നമുക്കത് ഗാർഗിൾ ചെയ്യാം. കൂടാതെ നമുക്കത് വായിൽ കുറച്ചു നേരം വെച്ചിട്ട്, അത് ആൻസിമാഡോട്ടോ എനിക്ക് പറഞ്ഞു തന്നെ, വെച്ചിട്ട് വായിൽ വെച്ചിട്ട് അത് സ്വയം പൊട്ടിയിട്ട് നമ്മുടെ തൊണ്ടയ്ക്ക് കുറച്ചു നേരം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തൊണ്ടവേദന കുറയാൻ ഏറ്റവും നല്ലതാണ്. പിന്നെ കൂടാതെ നമുക്ക് ആവി കൊള്ളുമ്പോൾ അതൊരെണ്ണം പൊട്ടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിളച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആവി കൊള്ളുന്ന സമയത്ത് വേണം അത് പൊട്ടിച്ചിടാനായിട്ട്. അത് നമ്മൾ ആവി കൊള്ളുന്നത് മൂക്കിലും കൊള്ളണം, വാ തുറന്നു പിടിച്ചും കൊള്ളണം. കഫക്കെട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ചെയ്യേണ്ട കാര്യമാണ് അത് കേട്ടോ. മൂക്കിലും ആവി കൊള്ളണം, വാ തുറന്നിട്ട് വായിലേക്കും ആവി കൊള്ളണം. അപ്പൊ നമുക്ക് ശരിക്കും നമുക്ക് കെട്ടിക്കിടക്കുന്ന കഫം, ചിലർക്ക് തലവേദന മാറാത്തവരുണ്ടാവും, അതുപോലെ നമുക്ക് ശ്വാസം മുട്ടലുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് S5 ഇട്ട് ആവി കൊള്ളാം. അത് ഈ സമയത്ത് നമ്മൾ കൊടുക്കുന്നവരോട് നമ്മൾ ഈ തിരിച്ചൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. S5 കഴിക്കുന്നവർക്ക്, ഈ പനി വരുന്നവർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ. അതുപോലെ നമ്മൾ കൊടുക്കുന്നവരോട് പറയണം, എപ്പോഴും ഒരു S5 നമ്മുടെ വീട്ടിൽ ചിലര് പാരസെറ്റമോളും ഡോളും ഒക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കത്തില്ലേ, അവരോട് പറയണം അത് മാറ്റിയിട്ട് ഇത് നിങ്ങളൊന്ന് വീട്ടിൽ വെക്കുക. ജലദോഷം ആരംഭിച്ച അപ്പൊ തന്നെ ഓരോന്ന് വീതം 3 നേരം ഭക്ഷണത്തിന് ശേഷം കഴിക്കാം. ഭക്ഷണത്തിന് മുമ്പ് കഴിച്ചിട്ട് അപ്പൊ തന്നെ ഭക്ഷണം കഴിക്കാം. പക്ഷെ ആ കഴിക്കുമ്പോൾ ചിലപ്പോൾ ഈ തികട്ടി ഇതിന്റെ ആ ഒരു ഇത് വരും. അപ്പൊ നമ്മുടെ ന്യൂട്രിചാർജ് സുരേഷ് സാറ് പറയുന്നത് എന്താണെന്ന് അറിയാമോ, ആ ഇത് വരണം ശരിക്കും. നമ്മൾ ഏമ്പക്കം നമ്മള് മുകളിലോട്ട് തികട്ടി വരുമ്പം ആ ടേസ്റ്റ് നമ്മുടെ വായിലോട്ട് വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിന്റെ തെളിവ്. ആ ഇത് തികട്ടി വരുന്നു എന്ന് വിചാരിച്ച് നമ്മൾ കഴിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. അത് നന്നായിട്ട് നമ്മുടെ ശരീരത്തോട്ട് ആകുന്നതിന്റെ ലക്ഷണമാണെന്നാണ് സാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നേക്കണേ. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാവരോടും, ഇപ്പൊ ജലദോഷമുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ സ്ഥിരം വാങ്ങിക്കുന്ന ആൾക്കാരാണ്, നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമ്മളോട് വാങ്ങിക്കുന്നവരാണെങ്കിൽ ഇതൊരെണ്ണം കൂടെ S5 അവർ സജസ്റ്റ് ചെയ്യണം കേട്ടോ. അത് അത്യാവശ്യമാണ്. അതുപോലെ നമ്മളും എല്ലാവരും ഓരോന്ന് വെച്ച് ഇപ്പൊ പനി ഉണ്ടാവട്ടെ, ജലദോഷം ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ, പക്ഷെ ഒരെണ്ണം വെച്ച് എല്ലാ ദിവസവും നമ്മൾ കഴിക്കണം. പിന്നെ അതുകൂടാതെ നമ്മൾ കഴിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോ ഈ വ്യൂവിലെ നമ്മൾ പ്രത്യേകം കഴിക്കണം. കാരണം നമ്മൾ ഒത്തിരി സമയം നമ്മൾ ഫോണിൽ, കാരണം നമുക്ക് സൂം മീറ്റിങ്ങിന്റെ സമയത്ത്, പിന്നെ വെള്ളിയാഴ്ച ശനിയാഴ്ച
അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പണ്ടത്തേല് കുറെ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമ്മൾ, പ്രത്യേകിച്ച് ലാസ്റ്റ് ടൈമിൽ വന്നു കഴിയുമ്പോൾ. അപ്പൊ നമ്മളും ശരിക്കും പിന്നെ നമുക്ക് കുറച്ച് പ്രായമായി വരുന്തോറും നമ്മുടെ കണ്ണില് കാഴ്ച മങ്ങലും, പിന്നെ ഷുഗർ ഉള്ളവർക്കാണ് പ്രത്യേകിച്ച് കാഴ്ച മങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഷുഗർ കൂടുന്ന സമയത്ത് നമ്മുടെ ആദ്യം കാണിക്കുന്ന ലക്ഷണം എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ കാഴ്ച മങ്ങല. പക്ഷെ നമ്മൾ അതൊക്കെ അവഗണിച്ച് കളയും. മനസ്സിലായോ? നമുക്ക് തന്നെ കണ്ണിനൊരു മങ്ങൽ പോലെ തോന്നും ഷുഗർ കൂടുന്നവർക്ക്. അപ്പൊ അങ്ങനെയുള്ള ഷുഗർ ഉള്ളവരും നമ്മൾ ന്യൂട്രിചാർജ് വ്യൂ കഴിക്കണം. എല്ലാ ദിവസവും DHAയും വ്യൂവും കൂടെ കഴിക്കുവാണെങ്കിൽ നന്നായിട്ട് എഫക്ട് ചെയ്യും കേട്ടോ. നല്ല ഉറക്കം കിട്ടും. കൂടാതെ നമ്മുടെ ഓർമ്മശക്തിക്കും ഭാവിയിൽ നമുക്ക് മറവി വരാതിരിക്കാനും DHAയും വ്യൂവും കൂടെ നമ്മൾ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ കണ്ണിന് നല്ല പെട്ടെന്ന് എഫക്ട് ചെയ്യും. നമ്മുടെ ബ്രെയിനിനും കണ്ണിനും അത് നന്നായിട്ട്. അത് രണ്ടും കൂടെ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ RCMൽ ഉള്ളവർക്കും പിന്നെ നമ്മൾ കൊടുക്കുന്നവർക്കും അവർ വ്യൂ വേണമെന്ന് പറയുമ്പോൾ ഇതുകൂടെ നമുക്ക് സജസ്റ്റ് ചെയ്യാം. DHAയും കൂടെ അതിനോടൊപ്പം ഇതൊക്കെ ഇങ്ങനെ കൂടെ കഴിച്ചാൽ ഇത് കൂടുതൽ നല്ലതാണ്. നമ്മുടെ ഓർമ്മശക്തിക്കും ഭാവിയിൽ നമുക്ക് മറവി വരാതിരിക്കാൻ, അൾഷിമേഴ്സ് വരാതിരിക്കാൻ നല്ലൊരു മാർഗമാണ് നമ്മൾ DHA ഉപയോഗിക്കുന്നത്. അങ്ങനെ കൂടെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം, നമുക്കും ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ന്യൂട്രിചാർജ് BJ ശരിക്കും പറഞ്ഞാൽ എന്റെ ജീവിതം സാറ് പറഞ്ഞ ശരിക്കും മാറ്റിമറിച്ചത് ന്യൂട്രിചാർജ് BJ ആണ് കേട്ടോ ശരിക്കും. കാരണം ശരിക്കും പറയുമ്പോൾ സാറിൽ പറഞ്ഞില്ല എന്റെ കളർ. അതുപോലെ ന്യൂട്രിചാർജ് വുമണും വെജോമേഗയും നമ്മൾ ആർക്ക് കൊടുക്കുമ്പോഴും BJ കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ന്യൂട്രിചാർജ് വുമൺ, പെണ്ണാണെങ്കിൽ വുമൺ കൊടുക്കണം, വെജോമേഗ കൊടുക്കണം, ഗാമ കൊടുക്കണം, പ്രോട്ടീൻ കൊടുക്കണം. സ്റ്റാർട്ടിങ് നമ്മൾ പ്രത്യേകിച്ച് ഒരു സപ്ലിമെന്റ്സ് ഉപയോഗിച്ചിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ ഓടിച്ചെന്ന് അവർക്ക് ആദ്യം കൊണ്ടുകൊണ്ടുവന്ന് BJ കൊടുക്കരുത്. നമ്മൾ ഇതിനകത്ത് സെയിലല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഒരു കസ്റ്റമറിന് അവരുടെ ആ വേദന മാറ്റിയെടുക്കുക, മാറണമെന്ന് നമ്മൾ ആദ്യം ആഗ്രഹിക്കണം. നമ്മൾ സെയിൽ ചെയ്യുന്നവര്, മനസ്സിലായോ? അല്ലാതെ ഒരു BJ എങ്ങനെയെങ്കിലും വിറ്റ് തീർക്കണമെന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യരുത്. അപ്പൊ അവരോട് പറയേണ്ടത് ഇന്ന സാധനം ആദ്യം കഴിക്കുക. അതായത് ന്യൂട്രിചാർജ്, പെണ്ണാണെങ്കിൽ ന്യൂട്രിചാർജ് വുമൺ, വെജോമേഗ, ഗാമ ഓറൈസ്ട്രോൾ, പ്രോട്ടീൻ പൗഡർ. പ്രത്യേകിച്ച് പ്രോട്ടീൻ കൊടുക്കാം. പിന്നെ ചോദിക്കണം തൈറോയ്ഡ് ഉണ്ടോ, അല്ലെങ്കിൽ വേറെ വല്ല പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചിട്ട് വേണം, കിഡ്നിക്ക് വല്ല പ്രശ്നമുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് വേണം പ്രോട്ടീൻ നമ്മൾ സജസ്റ്റ് ചെയ്യാനായിട്ട്. പ്രോട്ടീൻ മാത്രമല്ല കേട്ടാ, ഏത് സപ്ലിമെന്റ് സജസ്റ്റ് ചെയ്യുമ്പോഴും അവർക്ക് എന്തെല്ലാം പ്രശ്നമുണ്ടെന്ന് ആദ്യം നമ്മൾ ചോദിക്കണം. അല്ല മുട്ടുവേദന ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ല ഇന്നൊരു അസുഖം ആദ്യം നമ്മൾ സപ്ലിമെന്റ് കൊടുക്കരുത്. അവരോട് ആദ്യം നമ്മൾ ചോദിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെല്ലാം പ്രശ്നം ഉണ്ടെന്നുള്ളത് ആദ്യം നമ്മൾ കേൾക്കുക. കേട്ടിട്ട് നമ്മൾ അത് എഴുതിയെടുക്കാൻ പറ്റിയെങ്കിൽ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കി വെക്കുക. മനസ്സിലാവും. എന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ കേട്ടതിന് ശേഷം അവർക്ക് നമ്മുടെ സപ്ലിമെന്റ്സ് എന്തെല്ലാം കൊടുക്കാൻ പറ്റും എന്നുള്ളത് ആദ്യം നമ്മൾ ആലോചിക്കുക. കാരണം അവർക്ക് ചില ആൾക്കാർക്ക് കിഡ്നിക്ക് പ്രശ്നമുള്ളവരുണ്ടാവും, ക്രിയാറ്റിൻ കൂടുന്ന ആൾക്കാരുണ്ടാവും, പിന്നെ കൂടാതെ നമുക്ക് തൈറോയ്ഡ് ഉള്ളവരുണ്ടാവും, പിന്നെ അങ്ങനെ പല പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ചോദിച്ച് അവരുടെ വിവരങ്ങൾ കംപ്ലീറ്റ് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. അതിനുശേഷം മാത്രം നമ്മുടെ പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യുക. കാരണം ഒരു പ്രശ്നത്തിൽ ചെന്ന് അകപ്പെടാതിരിക്കാനും നമ്മളെ വിശ്വസിക്കണമെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ്. കാരണം അവരെ കേൾക്കുക എന്നുള്ളതാണ്. കേട്ടതിന് ശേഷം മാത്രം നമ്മളൊരു സപ്ലിമെന്റ്സ് സജസ്റ്റ് ചെയ്യുക. അല്ലാതെ ഓടിച്ചാടി ഇന്നത് കഴിച്ചു എന്ന് നമ്മൾ ആരോടും പറയരുത്. അത് ആദ്യം ശ്രദ്ധിക്കണം. അതുപോലെ ന്യൂട്രിചാർജ് BJ കൊടുക്കുമ്പോൾ പ്രോട്ടീൻ പൗഡർ മസ്റ്റാണ്. കാരണം പിന്നെ പ്രത്യേകിച്ച് ഇതിൽ മേടിക്കാനൊക്കെ നല്ല കഴിവുള്ള ആൾക്കാരുണ്ടെങ്കിൽ ന്യൂട്രിചാർജ് BJയുടെ ഒപ്പം തന്നെ ഈ ന്യൂട്രിചാർജ് വെജോമേഗ, ന്യൂട്രിചാർജ് വുമൺ, ന്യൂട്രിചാർജ് പ്രോട്ടീൻ, സ്ട്രോബെറി ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കൊക്കോ ആണെങ്കിൽ അങ്ങനെ, ഗാമോറിസ്റ്റർ, ഈ 4 എണ്ണവും കൂടെ അതോടൊപ്പം തന്നെ. അപ്പം അതുപോലെ അവരോട് ചോദിക്കേണ്ട കാര്യം തുടങ്ങിയിട്ട് എത്ര വർഷമായി. അപ്പൊ ആദ്യം തുടക്കമാണെങ്കിൽ അത് ഗ്രേഡ് 1 ആണ്. കാരണം വെച്ചാൽ സ്റ്റാർട്ടിങ് അല്ലേ. അത് നമുക്ക് അവരോട് ഒരു 6 എണ്ണം പറഞ്ഞാലേ ഒരു 3 എണ്ണം കഴിക്കുള്ളൂ. മനസ്സിലായി? അപ്പൊ നമ്മൾ അവരോട് പറഞ്ഞു ഒരു 6 മാസം നമ്മൾ കഴിക്കണം എന്നവരോട് പറയണം. അപ്പൊ 6 മാസം, അപ്പൊ ഗ്രേഡ് 2 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് 1 വർഷം കഴിക്കണം എന്ന് പറയണം. എങ്കിലേ അവർ 6 മാസം കഴിക്കുള്ളൂ. അപ്പൊ ഇതൊക്കെ നമ്മൾ അവരെ നോട്ട് ചെയ്ത് ആദ്യം നമ്മളെ അവർ വീക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളും അവർ നന്നായിട്ടൊന്ന് വീക്ഷിക്കണം എന്നുള്ളതായി ഈ ന്യൂട്രിചാർജ് കൊടുക്കുമ്പോൾ. കാരണം നമ്മൾ പറയുന്ന അവർ വിശ്വസിക്കുന്നുണ്ടോ, അവർക്ക് മനസ്സിലാവുന്നുണ്ടോ, ഇത് വാങ്ങിക്കാനുള്ള സാമ്പത്തിക ശേഷി അവർക്കുണ്ടോ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇത് കൊടുക്കാൻ. അതുപോലെ നമ്മൾ കൊടുക്കുമ്പോൾ ഇതവരെ മാറ്റിയെടുക്കണമെന്നുള്ള മനോഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മൾക്ക്
അവർക്ക് 3 മാസം കൊടുക്കേണ്ടവർക്ക് നമ്മൾ 6 മാസം പറയണം. അപ്പൊ 3 മാസം കഴിച്ചാൽ മതിയെങ്കിൽ നമ്മൾ 6 മാസം കഴിയുമ്പോൾ ഒരു കറക്റ്റ് ആ 3 മാസത്തെ കഴിക്കും. മനസ്സിലായി? ഗ്രേഡ് 1 ആണെങ്കിൽ. അപ്പോൾ ഗ്രേഡ് 2 ആണെങ്കിൽ നമ്മളിപ്പോ അവരോട് 1 വർഷം പറയണം. 1 വർഷം പറഞ്ഞാല് 6 മാസം അവർ കഴിക്കുള്ളൂ. അപ്പൊ ഗ്രേഡ് 2 ഓക്കെ ആവും 6 മാസം കഴിക്കുമ്പോൾ. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രോട്ടീനും ഇതെല്ലാം സജസ്റ്റ് ചെയ്യുക. പ്രത്യേകിച്ചും വെജ് ഒമേഗ കൊടുക്കാനും പ്രോട്ടീൻ കൊടുക്കാനും മറക്കരുത്. കാരണം വെജ് ഒമേഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ നീർക്കെട്ട് കുറയ്ക്കാൻ ഏറ്റവും നല്ലത്. നമ്മൾ പഠിച്ചില്ലേ, അത് കുറയ്ക്കാൻ ഏറ്റവും നല്ലത്. പിന്നെ പ്രോട്ടീനാണ് നമ്മുടെ മസിലുകൾ. നമ്മൾ BJ കൊടുത്താലും ഇപ്പൊ ഞാൻ കഴിച്ചതുപോലെ എനിക്ക് തോന്നുന്നില്ല ഇത്രയും എഫക്ട് ചെയ്ത് നമ്മുടെ RCMൽ നിൽക്കുന്നവർക്ക് മാത്രമേ എഫക്ട് ചെയ്യുള്ളൂ. വേറൊരാൾക്ക് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചു കഴിഞ്ഞ് പിന്നെ അവർക്ക് തുടങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ? അവര് BJ കഴിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ വേറെ സപ്ലിമെന്റ്സ് ഒന്നും കഴിക്കില്ല. അവർ സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ഈ BJയും കഴിക്കുന്നുണ്ട്, നമ്മൾ പ്രോട്ടീൻ കഴിക്കുന്നുണ്ട്, വിറ്റാമിൻസ്, നമ്മൾ BJ, വുമൺ, വെജ് ഒമേഗ, ഗാമ ഓറിജിനൽ ഇതൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ വേദന നമുക്ക് നന്നായിട്ട് അത് എഫക്ട് ചെയ്യും. പക്ഷെ ഈ പുറത്തു കൊടുക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവര് BJ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ അവരുടെ ഭക്ഷണ രീതി, ഉള്ള മുളകെല്ലാം കൂടെ കഴിക്കുന്നവര്, മസാലകൾ കഴിക്കുന്ന ആൾക്കാര്, പിന്നെ കൂടാതെ ഈ ചില ആൾക്കാർ കാന്താരി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പിന്നെ പഞ്ചസാര ഉപയോഗിക്കുന്ന ആൾക്കാര്, അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അവര് ഇപ്പൊ 3 എണ്ണം കഴിച്ച് വേദന കുറഞ്ഞവർക്ക് ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്ക് വീണ്ടും നല്ല വേദന തുടങ്ങും. അപ്പൊ അവരോട് നമ്മൾ പറയേണ്ട കാര്യം, ഇതിപ്പോ 6 മാസം കഴിച്ച് സ്റ്റോപ്പ് ചെയ്ത്, പക്ഷെ അത് കഴിയുമ്പോൾ ഒരു 6 മാസം കഴിയുമ്പോൾ ഒരു ബോക്സ് കഴിക്കുക. വർഷത്തിൽ 2 ബോക്സ് കഴിക്കാൻ പറയണം അവരോട് എപ്പോഴും. ഇതുകൊണ്ട് തീർന്നില്ല. അപ്പൊ വർഷത്തിൽ 2 പ്രാവശ്യം ഓരോ ബോക്സ് വെച്ച് കഴിക്കണം. അതായത് 6 മാസം കൂടുമ്പോൾ ഒരു ബോക്സ് എന്നുള്ള രീതിയിൽ കഴിക്കാൻ നമ്മൾ പറയണം. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പൊ അവർ ആദ്യം പറയണം. പിന്നെ കൂടാതെ ഇത് കൊടുക്കുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ് ഇത് കഴിച്ചു കഴിയുമ്പോൾ ഞാൻ പറയില്ല, ഈ 4 സാധനം കൊടുത്തു കഴിഞ്ഞ് അവരെ ഒന്ന് നമ്മുടെ ബോഡിയിലേക്ക്, നമ്മുടെ ന്യൂട്രീഷനുമായിട്ട് അവരുടെ ശരീരത്തെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ ന്യൂട്രിചാർജ് BJ കൊടുക്കുന്നതിന് മുമ്പ് അവരോട് പറയണം, ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വയറിളകാൻ സാധ്യതയുണ്ട്. വയറിളക്കം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞാൽ, ചിലർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കും വയറിളകുന്നത്. അത് ചിലപ്പോൾ 1-2 പ്രാവശ്യം കഴിഞ്ഞാൽ അതങ്ങ് നിൽക്കും. അല്ലാതെ വയറിളക്കി അങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കില്ല. അപ്പൊ അത് പിന്നെ കൂടാതെ ചിലർക്ക് വേദന നന്നായിട്ട് കൂടും. അപ്പൊ അവർ പറയും, ഇതെന്താണ്, ഞാനിത് കഴിച്ചിട്ട് എനിക്ക് വേദന കൂടുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യമേ പറയുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും, ഇത് തന്നപ്പോഴേ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലപോലെ വേദന കൂടും, അതുകൊണ്ടിട്ട് പ്രശ്നമില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കും. അപ്പൊ ഈ 2 കാര്യം നമ്മൾ അവരോട് പറയണം. പിന്നെ ഭക്ഷണം നമ്മളിപ്പോ 5 മണിക്കും 7 മണിക്കും കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് പറയണം, ഈ 5 മണിക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് 7 മണിയാകുമ്പോൾ, അല്ലെ ഒരു 6:30, 6:45 അവരോട് ഭക്ഷണം കഴിക്കാൻ പറയണം. ചിലർ ആ 5 മണിക്ക് കഴിച്ചിട്ട് പിന്നെ 9 മണിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ വയറ്റിൽ ഗ്യാസ് ഫോം ചെയ്യും. ഗ്യാസ് വന്നു കഴിഞ്ഞ് പിന്നെ അവർക്ക് ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ ലൂസ് മോഷൻ ഉണ്ടാകുന്ന ആൾക്കാരുണ്ടാവും. മനസ്സിലായേ? അപ്പൊ അവരോട് പറയണേ, ഇത് കഴിച്ച 5 മണിക്ക് കഴിക്കുന്നതിൽ 7 മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കണം. അങ്ങനെ 7 മണിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ വൈകിയ ഭക്ഷണം കഴിക്കുള്ളെങ്കിൽ അവരോട് പറയണേ 7 മണിക്ക് കഴിച്ചാൽ മതി എന്ന് പറയണം. അപ്പൊ 7 മണിക്ക് കഴിക്കുന്ന ആൾക്കാർ ഒരു 9 മണിയാകുമ്പോഴായിരിക്കും ഭക്ഷണം കഴിക്കുന്നെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷെ ഈ 7 കഴിഞ്ഞ് 9 കഴിഞ്ഞ് പിന്നെയും താമസിക്കുമ്പോൾ അവർക്ക് വയറിന് പ്രശ്നം ഉണ്ടാവും. കാരണം ഗ്യാസ് ഓൾറെഡി, ചിലർക്ക് ഛർദ്ദിക്കാൻ വരുന്ന പോലൊക്കെ തോന്നും. ഇത് എന്റെ അനുഭവമാണ് കേട്ടോ. കാരണം നമ്മൾ ഇത്തിരി താമസിക്കുമ്പോൾ നമുക്ക് ഛർദ്ദിക്കാൻ വരും, ഈ BJ കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ താമസിക്കുമ്പോൾ. അപ്പൊ ഇതൊക്കെ നമ്മുടെ അനുഭവത്തിലൂടെ നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവരോട് പറയണം, കഴിച്ചു കഴിഞ്ഞാൽ 2 മണിക്കൂർ തികയും, അല്ലെ 1.25 മണിക്കൂർ കഴിഞ്ഞാൽ 2 മണിക്കൂറിനുള്ളിൽ കഴിയുമ്പോൾ തന്നെ ഭക്ഷണം കഴിച്ചിരിക്കണം. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഓർത്തിരിക്കണം. അപ്പൊ ഇത് മുന്നറിയിപ്പുകൾ നമ്മൾ അവർക്ക് കൊടുത്തിരിക്കണം. വേദന ഉണ്ടായിരിക്കും, ചിലപ്പോൾ ലൂസ് മോഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഭക്ഷണം ഈ കഴിച്ചു കഴിഞ്ഞ് കുറെ സമയം വൈകിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് 2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. പിന്നെ അവരോട് എക്സസൈസ്, ഒത്തിരി വേദനയുള്ള ആൾക്കാരാണെങ്കിൽ ഇരുന്നുകൊണ്ടുള്ള എക്സസൈസ്, പെതിയെ ഓരോ ജോയിന്റ്സിലുള്ള എക്സസൈസ് അവരോട് ചെയ്യാൻ പറയണം. ചുമ്മാതിരിക്കുന്നവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ വേദന കൂടുമെന്നല്ല, ചിലരുടെ സ്റ്റിഫായി ഇരിക്കുന്ന ആൾക്കാരാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരോട് ചെറിയ ചെറിയ എക്സസൈസ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ വേദന കുറയുന്നതനുസരിച്ച് അതിന്റെ എക്സസൈസിന്റെ ഇത് മാറ്റിയെടുത്താൽ മതി എന്ന് പറയണം. ഒന്നുമില്ലെങ്കിൽ നടക്കാനെങ്കിലും പറയണം. ചില ആൾക്കാർ മുട്ടുവേദന പിന്നെ നടപ്പ് നിർത്തിയിട്ട് ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ എന്ത് കഴിച്ചാലും എക്സസൈസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഈ പറയുന്ന ആൾക്കാരോട് ഇതേ കുറെ കാര്യങ്ങൾ കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം.
ഇത് കഴിക്കണം. അതുപോലെ മുട്ടിനുള്ള വ്യായാമം ചെയ്യണം, എന്നല്ലെങ്കിൽ നടക്കണം. പിന്നെ പഞ്ചസാര ഉപയോഗിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യണം. എരിവൊക്കെ ഒത്തിരി എരിവ് കഴിച്ചാലും നമ്മുടെ ശരീരത്തിൽ ഇതൊന്നും എഫക്ട് ചെയ്യില്ല. കാരണം ഈ നമ്മൾ രക്തം ഉണ്ടെങ്കിലല്ലേ നമുക്ക് മജ്ജ ഉണ്ടാവുള്ളൂ. ഈ രക്തം വെള്ളമായി പോയി കഴിഞ്ഞാൽ പിന്നെ എവിടുന്ന് മജ്ജ ഉണ്ടാവാനായിട്ടാണ്? അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് അവരോട് പറയണം, എരിവ് മസാലകളും കുറയ്ക്കുക, അതുപോലെ പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുക. ഇതൊക്കെ നമ്മൾ കുറച്ച് ടിപ്സ് ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ കഴിക്കുമ്പോഴും അങ്ങനൊക്കെ തന്നെ കഴിക്കണം കേട്ടോ. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ? പറയാനാണെങ്കിൽ മണിക്കൂറുകളോളം പറയാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവർക്കും ന്യൂട്രിചാർജ് നമുക്ക് നന്നായിട്ട് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും ഇത് കുറെ ഇപ്പൊ സാറ് തന്ന ഓരോ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് അത് എഴുതി വെച്ച് നന്നായിട്ട് പഠിക്കുക. പഠിച്ചിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. നമ്മളും കഴിക്കുക. നമ്മുടെ മാറ്റം കണ്ടിട്ട് അവർ തീർച്ചയായിട്ടും ഉപയോഗിക്കും. പിന്നെ സംസാരിക്കുന്ന നമ്മുടെ രീതി, കാരണം നമ്മൾ ചിരിച്ചുകൊണ്ട്, അവർ ചിലപ്പം നമുക്ക് വിഷമമുള്ള വാക്കുകൾ അവർ പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് തന്നെ അവരോട് മറുപടി പറയുക. പിന്നെ കാണുമ്പോഴും അവരോട് സ്നേഹത്തോട്, വാങ്ങിക്കാത്തവരോടും പിന്നെ കാണുമ്പോഴും സ്നേഹത്തോട് പെരുമാറുക. ഇതൊക്കെ നമ്മുടെ ന്യൂട്രീഷൻ സെയിൽ അല്ലെങ്കിൽ നമ്മുടെ സെയിലിൽ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഞാൻ നന്ദി പറയുന്നു. എല്ലാവർക്കും നമസ്കാരം. JRC. താങ്ക് യു സർ. ഓക്കെ, ഇതാണ് ന്യൂട്രീഷൻ കൗൺസിലർ. അടിപൊളിയായില്ലേ? ഞാൻ എനിക്കൊരു ബുക്ക് ഉണ്ടായിരുന്നു, ഒരു ആൽബം പോലത്തെ ന്യൂട്രീഷൻ്റെ. അപ്പൊ ആ ആൽബം ഒന്ന് മലയാളത്തിലാക്കിയിട്ട് ഉള്ള സ്ലൈഡുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. പക്ഷെ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അത് ന്യൂട്രീഷൻ കൗൺസിലറായിട്ടുള്ള ജെൻസി മാഡത്തിനെ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ജെൻസി മാഡത്തിനെ തന്നെ വിളിച്ചത്. ഓക്കെ, വളരെ നല്ല അറിവുകൾ നമുക്ക് വിജയകരണത്തിൽ എല്ലാവർക്കും ജെൻസി മാഡം പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സുകളെ കുറിച്ച് അഭിപ്രായം പറയാനായിട്ട് രഘു സാറെ സ്റ്റാർട്ട് ചെയ്തോളൂ. യെസ് സാർ, തീർച്ചയായിട്ടും. ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരു നല്ല സുപ്രഭാതം. എൻ്റെ പേര് രഘു. ഞാൻ RCMൽ വൈറ്റ് ലെവലിൽ ഈഗിൾ നിലയിൽ ജോലി ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് പതിവ് പോലെ വളരെ വ്യക്തവും ശക്തവും മനസ്സിലാക്കാൻ എല്ലാവർക്കും വളരെ നിസ്സാരമായിട്ടും മനസ്സിലാക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും കഴിയുന്ന ഒരു ക്ലാസ് ആയിരുന്നു. തീർച്ചയായിട്ടും സ്ലൈഡിൻ്റെ ഉപയോഗത്തിൽ കൂടെ സ്ലൈഡിൻ്റെ ഒരു ശക്തി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നേരിട്ട് വായിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ഫോട്ടോ എടുത്ത് പിന്നീട് ജെൻസി മാഡം പറഞ്ഞതുപോലെ നോട്ട് ചെയ്ത് എടുക്കാനും വളരെ ഉപകാരപ്രദമായ ക്ലാസ്സുകളാണ് നമ്മളുടെ ഈ ന്യൂട്രിചാർജിൻ്റെ ക്ലാസ്സും അതുപോലെ നേരത്തെ നടത്തിയിരുന്ന ബോഡി സ്കാനർ മെഷീൻ്റെ ക്ലാസ്സുകളും. തീർച്ചയായിട്ടും ഇന്ന് സാറ് 3 വ്യത്യസ്തമായ പ്രൊഡക്റ്റുകളാണ്, ന്യൂട്രിചാർജ് BJയും അതുപോലെ തന്നെ S5ഉം അതുപോലെ ന്യൂട്രിചാർജ് Vയും. ഇത് 3 പ്രൊഡക്ട്സിനെ കുറിച്ചും വ്യക്തമായ രീതിയിൽ സാറ് സ്ലൈഡ് തന്നു, കാണിച്ചു, പറഞ്ഞു തന്നു. പിന്നെ നമ്മളെ തീർച്ചയായിട്ടും ജെൻസി മാഡം ഓരോന്നും എന്താ പറയുക, ചെറുതായിട്ട് കീറി, അതായത് തലനാരിഴയ്ക്ക് വണ്ണത്തിൽ കീറിയിട്ടാണ് ഓരോ കാര്യങ്ങളും ജെൻസി മാഡം പറഞ്ഞു തരുന്നത്. അപ്പോൾ സുരേഷ് സാറിൻ്റെ ആ ഒരു ഉദ്ദേശശുദ്ധി വളരെ നല്ലതാണ്. തീർച്ചയായിട്ടും മാഡം ഒരു ന്യൂട്രീഷൻ കൗൺസിലറാണ്. ന്യൂട്രിചാർജ് BJയെക്കുറിച്ച് മാഡം വളരെ വ്യക്തമായിട്ട് എല്ലാവരും അത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. കഴിച്ചാൽ കിട്ടുന്ന ഗുണങ്ങൾ മാത്രമല്ല, കഴിക്കുന്നതിനും അല്ലെങ്കിൽ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ, നമ്മൾ ഏത് രീതിയിൽ വേണം അവരോട് സംസാരിക്കേണ്ടത്, ഇവ കാര്യങ്ങൾ മാഡം വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ 5 മണിക്കും 7 മണിക്കും ഇടയ്ക്ക് ന്യൂട്രിചാർജ് BJ കഴിക്കുന്നതോടൊപ്പം തന്നെ 2 മണിക്കൂറിനുള്ളിൽ ഭക്ഷണം കഴിക്കണം. കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് ഫോം ചെയ്യാനും വൊമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടാകാനും സാധ്യതയുണ്ടെന്നുള്ള കാര്യം മാഡം പറയുമ്പോഴാണ് അത് വ്യക്തമായിട്ട് ഞങ്ങളെപ്പോലുള്ള ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ ന്യൂട്രിചാർജ് BJ കഴിച്ചാൽ ഉടനെ മാറുമെന്നല്ല, അതിൻ്റെ കൂട്ടത്തിൽ എക്സർസൈസ് ചെയ്യണം. അതുപോലെ തന്നെ എരിവ്, അതുപോലെ മസാലകളുടെ ഉപയോഗം മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. യൂറിക് ആസിഡ് ഉള്ളവർക്ക് ഗിലോയ് തുളസി കൊടുത്താൽ മതി. അത് യൂറിക് ആസിഡ് വരുന്നത് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ അതിനനുസരിച്ച് വെള്ളമൊക്കെ കുടിക്കാത്തതുകൊണ്ടാണ്. കൃത്യമായി യൂറിൻ പാസ് ചെയ്യാത്തതുകൊണ്ടൊക്കെയാണ് ഈ യൂറിക് ആസിഡ് പെട്ടെന്ന് വരുന്നത്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. വെള്ളം നല്ലോണം കുടിക്കണം. പിന്നെ പറ്റില്ലെന്നുണ്ടെങ്കിൽ ഗിലോയ് തുളസി 30 ml എടുത്തിട്ട് വെറും വയറ്റിൽ രാവിലെ കഴിക്കും, വൈകുന്നേരവും കഴിക്കും. വെള്ളം ചേർത്ത് 30 ml വെള്ളം ചേർത്ത് കഴിക്കണം. 1 മില്ലി അതിനകത്തൊരു അളവ് പാത്രമുണ്ട്, അത് മേടിക്കുമ്പോൾ അതിനകത്ത് കിട്ടും. ആ അളവ് പാത്രത്തിൽ നിറച്ചെടുക്കുക. ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. ഈ അളവ് പാത്രത്തിൽ
ഗിലോയ് തുളസി മിക്സ് ചെയ്യുക, വെറും വയറ്റിൽ കഴിക്കുക. ഓക്കെ, ഇനി ആർക്കെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? ഞാൻ പറയാം സാർ. ഇപ്പൊ കഴിഞ്ഞ 3-4 ദിവസമായി നമ്മൾ ന്യൂട്രിചാർജ് പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അറിവുകൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല സ്ക്രീൻ ഷെയറിംഗ് ആണ് നടത്തി നമുക്ക് നല്ല അറിവുകൾ പകർന്ന് കിട്ടുന്നു. അത് നല്ലൊരു കാര്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടാണെങ്കിൽ നമുക്ക് എല്ലാം വിശദമായിട്ട് തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ വളരെ ഒരു നല്ല കാര്യമാണ്. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ പ്രോഡക്റ്റ് സ്ക്രീൻ ഷെയറിങ്ങിന് ശേഷം ജെൻസി മാഡത്തിന്റെ ക്ലാസ് അത് വളരെ വണ്ടർഫുൾ ആയിരുന്നു എന്ന് പറയാം. കാരണം പല അറിവുകളും നമുക്ക് സാധാരണ രീതിയിൽ മറ്റ് സൂം മീറ്റിങ്ങിലോ ഈവൻ എനിക്ക് തോന്നുന്നില്ല കനകമ്മ മാഡം പോലും ഇത്രയും വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് വിശദമായിട്ട് തന്നെ ജെൻസി മാഡം ഇത് വിശദീകരിച്ചു. ഓരോന്നും എങ്ങനെ ഉപയോഗിക്കണം, അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ ജെൻസി മാഡം പറഞ്ഞു തന്നു. അത് തന്നെ വളരെ നല്ലൊരു ഇതാണ്. താങ്ക് യു മാഡം ഇത്രയും വിശദമായിട്ട് പറഞ്ഞതിന്. ഈ ന്യൂട്രിചാർജ് ബീജ കഴിച്ച് എനിക്കും ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാനും 4-5 മാസം ആദ്യം കഴിച്ചിട്ട് മുട്ടുവേദന മാറിയതാണ്. ഇപ്പോഴും ഒരു 6-7 മാസം കഴിയുമ്പോൾ ഓരോ മാസം വീണ്ടും കഴിക്കാറുണ്ട്. പിന്നെ S5 ഞാൻ റെഗുലർ ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാ പ്രോഡക്റ്റും വളരെ വ്യൂവും കഴിക്കുന്നുണ്ട്. നല്ല ഗുണകരമായിട്ടുള്ള ഇതാണ്, നല്ല അനുഭവങ്ങളാണ് എല്ലാ പ്രോഡക്റ്റിലും. ഇനിയും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഇനിയും നമുക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയും നല്ല ക്ലാസ്സും ഇത് തന്നതിന് സുരേഷ് സാറിന് വളരെ നന്ദി. ഗിലോയ് തുളസി, ഒരു കുപ്പി ഗിലോയ് തുളസി കുടിച്ചപ്പോഴത്തേക്ക് എൻ്റെ വിരല് ഫ്ലെക്സിബിളായി. കാരണം ആ ഡോക്ടർ പറയുന്നതും കേട്ട് എൻ്റെ കൈ കൊണ്ടുവന്ന് ഓപ്പറേഷൻ ചെയ്തിരുന്നെങ്കിൽ അവസ്ഥ എന്താകുമായിരുന്നു. അപ്പൊ നമ്മളെ ഏതൊരു പ്രശ്നത്തിനും നമ്മുടെ RCMൽ അതിൻ്റെ റെമഡി ഉണ്ട്. അത് തിരക്കി അത് നമ്മുടെ ലീഡേഴ്സിനോട് ചോദിച്ച് വ്യക്തമായ മറുപടി കിട്ടി. നമ്മുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടുന്ന പരിഹാരം നമ്മുടെ കയ്യിൽ തന്നെ ഉള്ളപ്പോൾ ഞാനത് ഹോസ്പിറ്റലിൽ പോകാതിരുന്നതാണ്. എന്നിട്ട് 3 മാസം ഈ വേദന കൊണ്ട് നടന്നു. എനിക്ക് ഡ്രസ്സ് ധരിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നത്. അപ്പോൾ നമുക്ക് 214 രൂപയ്ക്ക് കിട്ടുന്ന ഗിലോയ് തുളസി കൊണ്ട് എൻ്റെ കൈ പൂർണ്ണമായും ഭേദമായി. ഇപ്പൊ യാതൊരു പ്രശ്നങ്ങളുമില്ല. അതൊരു അനുഭവമായിട്ട് ഞാനിവിടെ പറയുന്നു. താങ്ക് യു സാർ. ARC. ഓക്കെ, അടിപൊളി മെസ്സേജാണ് ജയവർമ്മ മാഡം തന്നത്. ഓക്കെ, ഗിലോയ് തുളസി യൂറിക് ആസിഡ് അത് നോട്ട് ചെയ്ത് വെച്ചോളാം. ഗിലോയ് തുളസി യൂറിക് ആസിഡ് നോട്ട് ചെയ്ത് വെച്ചോളാം. ഓക്കെ, അഭിന് ആർക്കും അഭിപ്രായം ഒന്നും പറയാനില്ലല്ലോ? സാറേ, അതൊക്കെ നമ്മുടെ തന്നെ ഓരോ ഇത്തരത്തിൽ ഓരോ മറുപടി കിട്ടും. താങ്ക് യു സാർ. JRC. അപ്പൊ എല്ലാവരുടെയും ഒരു അഭിപ്രായം ഉണ്ട്. ജെൻസി മാഡത്തിന്റെ ഒരു ക്ലാസ് ഒരു ദിവസം വേണമെന്ന്. ഞാനൊരു ദിവസം പറയാം. ജെൻസി മാഡം അതനുസരിച്ചൊരു 1.5 മണിക്കൂർ ന്യൂട്രിചാർജിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം എടുത്തിട്ട് അതിനെ കീറി മുറിച്ച് ജെൻസി മാഡം പറയണം. അത്